വേദനകൾക്കിടയിലും ഓണനിറം പകരാൻ വീടുകളിലെത്തി പൊന്നാനി നഗരസഭ. സാമ്പത്തികമായും ശാരീരികമായും ഏറെ പ്രയാസം അനുഭവിക്കുന്ന പരിരക്ഷാ രോഗികൾക്ക് കൈത്താങ്ങായി പൊന്നാനി നഗരസഭ. പരിരക്ഷാ രോഗികളുടെ വീടുകളിലെത്തി സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനോടൊപ്പം സുമനസ്സുകളുടെ സഹായത്തോടെ ഭക്ഷ്യക്കിറ്റുകളും നൽകിയാണ് നഗരസഭാ ജനപ്രതിനിധികളും ജീവനക്കാരും ഓരോ വീടുകളിൽ നിന്നും മടങ്ങിയത്. ഓണക്കാലത്ത് തങ്ങളെ തേടിയെത്തിയ ഈ കരുതൽ രോഗികൾക്കും കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസവും സന്തോഷവും പകർന്നു. പൊന്നാനി നഗരസഭാ പരിധിയിൽ കിടപ്പ് രോഗികളായ 574 പേർക്ക് നിലവിൽ പാലിയേറ്റീവ് പരിചരണം നൽകി വരുന്നുണ്ട്. ഇവരിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളുടെ വീടുകളിലാണ് നഗരസഭാ ചെയർപേഴ്സൺ CV സുധയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജീവനക്കാരും നേരിട്ടെത്തിയത്. രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങളും ലഭിച്ചുവരുന്ന പാലിയേറ്റീവ് സേവനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് കേട്ടറിഞ്ഞൊപ്പം ഓണക്കിറ്റും കൈമാറി. പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെയും എഴുപത്തിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കീഴിലായി പ്രവർത്തിക്കുന്ന 2 പാലിയേറ്റീവ് യൂണിറ്റുകളിലൂടെയാണ് നഗരസഭയുടെ പാലിയേറ്റീവ് സേവനം ലഭ്യമാകുന്നത്. പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, ഷനൽകുമാർ, കൗൺസിലർമാരായ ബൻസീറ, മിഥിലാജ്, മുക്തലിബ്, ആരോഗ്യ വകുപ്പ് നഴ്സുമാരായ അഖില, ഗ്രീഷ, ബിനോയ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സനീഷ്, ആശാപ്രവർത്തകരായ നൌഷാബി, ഹഫ്സ, ശ്രുതി എന്നിവർ സംബന്ധിച്ചു. പരിരക്ഷാ രോഗികളായിട്ട് കിടപ്പിലായ രോഗികളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം 574 അതിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ 328 പേരും 70 ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ 246 പേരുമാണ് പൊന്നാനി നഗരസഭയ്ക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഓണത്തിന് കിറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. സുമനസ്സുകളായ ഒട്ടനവധി പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മളത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കിടപ്പ് രോഗികളായ 574 പേരുണ്ട്. ആ 574 പേരെയും നഗരസഭയുടെ പരിരക്ഷാ ടീം അവരുടെ വീടുകളെത്തി അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു വരികയാണ്. എന്നാൽ ഇതിനകത്ത് കുറച്ചു പേർക്ക് അവരുടെ ശാരീരിക പ്രയാസത്തോടൊപ്പം സാമ്പത്തിക പ്രയാസം അവരെ വളരെ വിഷമത്തിലാക്കുന്നു എന്നൊരു തിരിച്ചറിവാണ് പൊന്നാനി നഗരസഭ ഇവരുടെ വീടുകളിലേക്ക് ഓണം പ്രമാണിച്ച് കിറ്റ് നൽകണമെന്നൊരു തീരുമാനമെടുത്തത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.